ജീവനുള്ള ദൈവത്തിന്റെ ജീവിപ്പിക്കുന്ന വചന സന്ദേശം. പ്രശസ്ത സുവിശേഷകൻ ബ്രദർ സുരേഷ് ബാബു നിങ്ങളോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുന്നു. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ജീവാന്ത്യത്തോളം വഴി നടത്തും ഈ ദൈവമിന്നും എന്നുമെൻ ദൈവം ജീവാന്ത്യത്തോളം വഴി നടത്തും. വാനവും ഭൂമിയും മാറുമെന്നാലും വാക്കുമാറില്ല, കൈവിടില്ല. വാനവും ഭൂമിയും മാറുമെന്നാലും വാക്കുമാറില്ല, കൈവിടില്ല. എന്നും എന്നെ കരുതും ദൈവം, എല്ലാം എനിക്കായി നൽകും ദൈവം. എന്നും എന്നെ കരുതും ദൈവം, എല്ലാം എനിക്കായി നൽകും ദൈവം. കരങ്ങൾ ക്ഷീണിച്ചുപോൽ എൻ മാനസം നീറി, ഭാരങ്ങളേറി മാനുഷകരങ്ങൾ ക്ഷീണിച്ചുപോൽ. അലകളിൻ നടുവിൽ ജീവിത പടകിൽ അലിവുള്ള ദൈവം ഉണ്ടരികിൽ. അലകളിൻ നടുവിൽ ജീവിത പടകിൽ അലിവുള്ള ദൈവം ഉണ്ടരികിൽ. എന്നും എന്നെ കരുതും ദൈവം, എല്ലാം എനിക്കായി നൽകും ദൈവം. 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 വചന സന്ദേശത്തിലേക്ക് ഈ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ ഒരിക്കൽ കൂടെ സകല നാമത്തിന് മേലായ നസ്രേനി യേശുവിൻ്റെ നാമത്തിൽ ടോർച്ച് ട്രൂത്ത് കുടുംബം നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിന്മേൽ വച്ച് യേശു കർത്താവ് സാത്താൻ്റെ തലയെ തകർത്ത് ജയിച്ച ഒരു ദിനമത്രേ വെള്ളിയാഴ്ച. സഹോദരങ്ങളെ, ഈ വെള്ളിയാഴ്ച ദിനത്തിനും ജയത്തെ, വിടുതലിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. നമ്മൾ കറങ്ങുന്ന തകരുന്ന ക്രിസ്ത്യാനികൾ അല്ല, പിന്നെയോ നമ്മൾ ജയിക്കുന്ന ക്രിസ്ത്യാനികൾ അത്രേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം 26-ാം വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, അന്തോക്കിയ എന്ന സ്ഥലത്ത് വെച്ച് ബർന്നബാസും പൗലോസും തമ്മിൽ ചേരുകയുണ്ടായി. രണ്ടുപേർ തമ്മിൽ ചേർന്നാൽ ഒന്നുകിൽ നല്ല പേരുണ്ടാകും, ഇല്ലെങ്കിൽ ചീത്ത പേര് ഉണ്ടാകും. പൗലോസും ബർന്നബാസും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഇതാ ഒരുമിച്ച് ചേർത്തിരിക്കുന്നു. ദൈവം അവരെ ചേർത്തിരിക്കുന്നു. അവരെ ഒരു വെൽഡിംഗ് മെഷീനല്ല ചേർത്തത്, അവരെ കുറച്ച് പശയല്ല ചേർത്തത്, അവരെ ചേർത്തത് സർവശക്തനായ ദൈവം അത്രേ. ദൈവത്തിൻ്റെ നാമത്തിൽ നാം ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ ദുഷ്പേര് അല്ല ഉണ്ടാകുന്നത്, അവിടെ സൽപ്പേരത്രേ ഉണ്ടാകുന്നത്. അപ്പോസ്തല പ്രവൃത്തി 11:26 സഭയ്ക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സൽപ്പേര് ഉണ്ടാകുന്നു. അന്തോക്കിയയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേര് ഉണ്ടായി. അന്തോക്കിയയിൽ വച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. പണ്ഡിതന്മാർ ഇങ്ങനെ പറയുന്നു,
അതെ, പുതിയ നിയമം അതൊരു റിംഗ് ആണെങ്കിൽ, അതൊരു മോതിരമാണ് എങ്കിൽ അതിലെ ഒരു വജ്ര കല്ലത്രേ റോമർക്ക് ലേഖനം 8-ാം അധ്യായം. റോമർ 8-ാം അധ്യായം നിങ്ങൾ ആവോളം വായിച്ചു നോക്കുമ്പോൾ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയിലുള്ളതായ അനേകം നല്ല ഗുണങ്ങൾ അവിടെ കാണുവാൻ തൊക്കണം കഴിയും. ഞാൻ ഇങ്ങനെ അതിന് പേര് കൊടുക്കട്ടെ, ജയിക്കുന്ന ക്രിസ്ത്യാനി. ജയിക്കുന്ന ക്രിസ്ത്യാനിക്കുള്ള ഒത്തിരി നല്ല മുഖമുദ്രകൾ. ന്യായവിധിയിൽ നിന്ന് പുറത്തു വന്നവനത്രേ ജയിക്കുന്ന ക്രിസ്ത്യാനി. ക്രിസ്തുവിന്റെ ചിന്തയാൽ നിറയപ്പെട്ടവനത്രേ ജയിക്കുന്ന ക്രിസ്ത്യാനി. ആത്മാവിൽ നിറയുക മാത്രമല്ല, ആത്മാവിൽ നടത്തപ്പെടുന്നവനത്രേ ഒരു ജയിക്കുന്ന ക്രിസ്ത്യാനി. വീണ്ടും തിരുവചനം പറയുന്നു, റോമർക്ക് ലേഖനം 8-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ ശ്രദ്ധിക്കണമേ. റോമർ 8:17 വായിക്കുമ്പോൾ, നാം മക്കൾ എങ്കിലോ അവകാശികൾ ആകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. വേദപുസ്തകം പറയുന്നു, സ്തോത്രം, നാൾ ദൈവത്തിൻ്റെ മക്കളത്രേ. ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ട് അവകാശികളും ആയിരിക്കുന്നു എന്ന്. ദൈവത്തിൻ്റെ മക്കളായ നമുക്ക് ദൈവം ദൈവരാജ്യത്തിലേക്ക് അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് അവൻ അവകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്നു. യോഹന്നാൻ 1:12 നിങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ യേശുവിനെ കൈക്കൊണ്ട് അവനെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കൾ ആകുവാൻ ദൈവം അധികാരം നൽകിയിരിക്കുന്നു. അതെ, വെളിപ്പാട് 3:20 വായിക്കുമ്പോൾ, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും എന്ന് യേശു അരുളി ചെയ്യുകയുണ്ടായി. യേശു കർത്താവ് നമ്മെ ദൈവത്തിൻ്റെ അവകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, പഴയ നിയമകാലത്തിൽ ദൈവം ഭാഗമായി വിവിധമായി തൻ്റെ വിലയേറിയ പ്രവൃത്തിയെ വെളിപ്പെടുത്തി. എന്നാൽ ക്രിസ്തു യേശുവിൽ ഇപ്പോൾ സമ്പൂർണ്ണമായി ദൈവം നമുക്ക് ഒരുമിച്ച് ദൈവിക അവകാശത്തെ നൽകി തരുന്നു. ഈ ദിവസം ഒരിക്കലും ചിന്തിക്കരുത്, അയ്യോ ഞാൻ ഒരു ദൈവ പൈതൽ, ഞാൻ കരയും, ഞാൻ തകരും, ഞാൻ ഉടയും, ഞാൻ വേദനിക്കും. നോ, ഒരു രാജാവിൻ്റെ കുഞ്ഞ് അത്രയും നീ, മഹാരാജാവിൻ്റെ പൈതൽ അത്രയും നീ മറന്നു പോകരുത്. സർവശക്തന ദൈവത്തിന് മകൻ അത്രയും നീ ഒരിക്കലും അനാഥനല്ല. ദൈവം നിന്നോട് കൂടെയുണ്ട്, യേശു നിന്റെ ഉള്ളിലുണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ മേലും ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും ദൈവം നിന്നെ അനാഥത്തിലേക്കല്ല വിളിച്ചിരിക്കുന്നത്, ദൈവിക അവകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്നു. അതിനർത്ഥം എന്താണ്? അബ്രഹാമിൻ്റെ വിശ്വാസം നിങ്ങൾക്കുള്ളത്, ഇസഹാക്കിൻ്റെ കൊയ്ത്ത് നിങ്ങൾക്കുള്ളത്, യാക്കോബിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുള്ളത്, യോസെഫിൻ്റെ പ്രമോഷൻ നിങ്ങൾക്കുള്ളത്, മോശയുടെ അതേ പ്രവചനം നിങ്ങൾക്കുള്ളത്, യോശുവയുടെ ധൈര്യം ക്രിസ്തു യേശുവിൽ നിങ്ങൾക്കുള്ളത്, ഏലിയാവിൻ്റെ തീ നിങ്ങൾക്കുള്ളത്, എലീശായുടെ അത്ഭുതം നിങ്ങൾക്കുള്ളത് എന്ന് തുടങ്ങി പഴയ നിയമത്തിൽ ഭാഗമായി വിവിധമായി ദൈവം പകർന്നത് സകലതും ക്രിസ്തു യേശുവിൽ സമ്പൂർണ്ണമായി ഒരു മൾട്ടി വൈറ്റമിനായി ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ പ്രാർത്ഥിക്കല്ലേ. പണ്ട് അതേ കനാന്യ സ്ത്രീ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ ഞാൻ മേശയ്ക്ക് കീഴിൽ നായ്ക്കുട്ടിക്ക് സമാനമായി എന്തെങ്കിലും ഭക്ഷിക്കട്ടെ. നോ 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 നോ, ഒരു നായ്ക്കുട്ടിക്ക് സമാനമായിട്ടല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. പ്രത്യുത അവൻ്റെ മേശമേൽ നിന്ന് ഭക്ഷിപ്പാൻ. രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ കർത്താവ് ഇങ്ങനെയത്ര പറഞ്ഞത്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. വലിയൊരു മേശ അവൻ നിനക്ക് വേണ്ടി ഒരുക്കുന്നു. വലിയൊരു അത്താഴത്തിന് വേണ്ടി രാത്രിയിൽ കഴിക്കുന്നത് അത്രേ അത്താഴം. ദൈവത്തിന്റെ അവകാശം ഉള്ള ദൈവ പൈതലെ, ഇന്ന് നിന്റെ ജീവിതത്തിന്റെ വലിയ അന്ധകാര സമയമായിരിക്കാം. ആർക്കും പ്രവർത്തിപ്പാൻ കഴിയാത്ത, ഡോക്ടർമാർ കൈവിട്ട, ബന്ധുക്കൾ തഴഞ്ഞ സകല പ്രതികൂലത്തിലൂടെ നീ കടന്നു പോകുന്നുണ്ടായിരിക്കാം. നീ പറയുന്നുണ്ടായിരിക്കാം, മുഴുവൻ നരകവും ഇതാ എനിക്കെതിരെ കടന്നു വന്നിരിക്കുന്നു. എന്നാൽ ധൈര്യമായിരിക്കെ, ഈ അർദ്ധരാത്രി സമയത്ത് നീതി സൂര്യൻ നിന്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടി ഉദിക്കുമാറാകട്ടെ. ഈ അർദ്ധരാത്രിയിൽ നീ പട്ടിണി കിടക്കത്തില്ല, അവൻ നിനക്ക് വേണ്ടി ഒരു മേശ പണിയും. 23-ാം സങ്കീർത്തനം ഇതിൽ പ്രകാരം പറയുന്നു, അവൻ ശത്രുക്കളെ മുൻപിൽ മേശ ഒരുക്കുന്നവൻ അത്രേ. നീ തീർന്നു എന്ന് പറയുന്നവരുടെ മുൻപിൽ ദൈവം നിനക്ക് വേണ്ടി ഒരു മേശ ഒരുക്കുന്നു. അതെ, നീ ഒരു യഥാർത്ഥ ജയിക്കുന്ന ക്രിസ്ത്യാനി ആണ് എങ്കിൽ ദൈവത്തിന്റെ അവകാശത്തിലേക്ക് ദൈവം നിന്നെ വിളിക്കുകയാണ്. ധൂർത്തുപുത്രൻ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ അപ്പന് ഉണ്ടായിരുന്നതായ സകലതും മാനസാന്തരപ്പെട്ട അവന് ദൈവം നൽകിയതുപോലെ ഈ ദിവസത്തിൽ നിങ്ങളുടെ ജീവിതത്തിലും ഒരു കണ്ണ് കാണാത്തത്, ഒരു ചെവി കേൾക്കാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തത് ദൈവം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ജയിക്കുന്ന ക്രിസ്ത്യാനിയാണോ ദൈവത്തിന്റെ അവകാശം നിനക്ക് ഉള്ളത്?
രണ്ടാമതായി ഇന്ന് പകൽക്കാലം നിങ്ങളോട് സംസാരിപ്പാൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ നൽകിയത് റോമർ 8:26 പറയുന്നു, നീ ഒരു ജയിക്കുന്ന ക്രിസ്ത്യാനിയെങ്കിൽ നീ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു ക്രിസ്ത്യാനി ആയിരിക്കും. പ്രാർത്ഥന അത് ദൈവത്തിൻ്റെ കരത്തെ ചലിപ്പിക്കുന്നത് അത്രേ. ഏത് വാതിലിനെയും തുറക്കുന്നത് അത്രേ പ്രാർത്ഥന. ഏത് ബന്ധനങ്ങളെ ഉടയ്ക്കുന്നത് അത്രേ പ്രാർത്ഥന. എവിടെയാണോ ദൈവത്തിൻ്റെ മക്കൾ പ്രാർത്ഥിച്ചത് അവിടെ സ്വർഗം തുറക്കപ്പെട്ടു. വേദപുസ്തകം പറയുന്നു, യേശു കർത്താവും സ്നാനപ്പെട്ട് യോർദാൻ നദിയിൽ നിന്ന് കരയേറി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാവന്ന ദേഹരൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 120 പേർ 10 ദിവസം പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ആദിമസഭ പ്രാർത്ഥിച്ചു. അവർ ഇരുന്ന സ്ഥലം കുലുങ്ങി. ആദിമസഭ പിന്നെയും പ്രാർത്ഥിച്ചു. ജയിൽ പൊളിയപ്പെട്ട് അപ്പോസ്തലനിതാ പുറത്തേക്ക് കടന്നു വന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രാർത്ഥിച്ചാട്ടെ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവൻ എന്നും ജയിക്കുന്നവൻ അത്രേ. തിരുവചനം പഠിപ്പിക്കുന്നു, ആത്മാവിന്റെ പ്രാർത്ഥന ദൈവത്തെ ചലിപ്പിക്കുന്നത് അത്രേ. അത് ജയത്തിന്റെ പ്രാർത്ഥന അത്രേ. വേദപുസ്തകം പറയുന്നു, 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം 2-ാം വാക്യം നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ, അത് അന്യഭാഷകൾ നാം പ്രാർത്ഥിക്കുമ്പോൾ ഭൂതങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ല. കാരണം അത് ദൈവത്തിന്റെ ഭാഷ. മനുഷ്യനും മനസ്സിലാകുന്നില്ല. ഓക്സ്ഫോർഡ് ആയിരിക്കാം, കേംബ്രിഡ്ജ് ആയിരിക്കാം, ഹാർവാർഡ് ആയിരിക്കാം, എത്ര വലിയ ഡബിൾ DD ട്രിപ്പിൾ PhD എടുത്തവർക്കും ദൈവം നമുക്ക് നൽകിയതായ പ്രാർത്ഥനയുടെ ഭാഷ മനുഷ്യന് മനസ്സിലാകുന്നതേ ഇല്ല. അതുകൊണ്ട് ആത്മാവിന്റെ പ്രാർത്ഥന അത് ജയത്തിന്റെ പ്രാർത്ഥന. രണ്ടാമതായി ആത്മാവിന്റെ പ്രാർത്ഥന എങ്ങനെയുള്ളതാണ്? റോമർ 8:26 തന്നെ പഠിപ്പിക്കുന്നു, വേണ്ടുമെന്ന് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നു. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും അതിനൊരു പരിധിയുണ്ട്. എന്നാൽ പരിധിയില്ലാത്ത ദൈവത്തിന് ആത്മാവ് നമ്മെ വന്ന് നിറയ്ക്കുമ്പോൾ പരിധിയില്ലാതെ ജയത്തിന്മേൽ ജയമായി പ്രാർത്ഥിപ്പാൻ അവൻ നമ്മെ ബലപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന പ്രാസംഗികൻ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന സഭ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതൽ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. ഈ പുതിയ വർഷത്തിന്റെ ആരംഭത്തിൽ, ഈ പുതിയ മാസത്തിൽ ദൈവത്തിന്റെ കൃപയാൽ നമുക്കും ഇങ്ങനെ പറയാം, പരാജയം ഇനിമേലാൽ പിശാചനായിരിക്കട്ടെ, ഞാൻ ജയിക്കുന്നവനായിരിക്കട്ടെ. അതുകൊണ്ട് ദൈവകൃപയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർ ആയിരിപ്പിൻ. വേദപുസ്തകം പറയുന്നു, ആത്മാവിന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളത്. ചില മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് ഇപ്രകാരം പറയുകയുണ്ടായി. അദ്ദേഹം ഒരു യൂറോപ്യൻ അത്രേ, നല്ലൊരു പാസ്റ്റർ അത്രേ, 100 കണക്കിന് വിശ്വാസികളുള്ളതായ ഒരു ദൈവത്തിന്റെ ദാസൻ തൻ്റെ ഭവനത്തിൽ ചില ഗസ്റ്റുകളെ വിളിച്ചു വരുത്തി. അവരോടുകൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദേഹം ദൈവത്തിന്റെ ശബ്ദം കേട്ടു, എഴുന്നേൽക്ക് പോയി പ്രാർത്ഥിക്ക്. പെട്ടെന്ന് അദ്ദേഹത്തിന് കുണ്ഠിതം തോന്നി. അയ്യോ കർത്താവേ, ഇവിടെ മധ്യത്തിൽ നിന്ന് ഞാൻ എഴുന്നേറ്റാൽ അവർക്കെന്തോ തോന്നും. വീണ്ടും കർത്താവ് പറഞ്ഞു, എഴുന്നേൽക്ക് പോയി ആത്മാവിൽ പ്രാർത്ഥിക്ക്. താൻ പോയി ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂർ ആത്മാവിൽ പ്രാർത്ഥിച്ചു. പിന്നെയും മടങ്ങി വന്നിട്ട് ഭക്ഷണം കഴിപ്പാൻ വേണ്ടി തുടങ്ങി. എന്നാൽ അല്പനേരം കഴിഞ്ഞപ്പോൾ പോലീസുകാർ ഇതാ വന്ന് കഥകൾ തട്ടി വിളിച്ചു. കഥക് തുറക്കുമ്പോൾ അദ്ദേഹം കണ്ടു തന്റെ മാതാവും പിതാവും മുറിവുകളോടെ രക്തത്തിൽ കുളിച്ചതാ നിൽക്കുകയാണ്. അവർ ഹോസ്പിറ്റൽ പോയി ബാൻഡേജോടെ വന്നിരിക്കുന്നു. അദ്ദേഹം ചോദിച്ചു, എന്താ സംഭവിച്ചത്? ഡോക്ടർമാർ പറഞ്ഞു, ഈ മാതാവും പിതാവും ഈ വിരുന്നിൽ പങ്കെടുക്കുവാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു അപകടത്തിൽപ്പെട്ടു. എന്നാൽ ആ കാർ തകർന്നു കിടക്കുന്നത് കണ്ട